ഹായ് ഓൾ. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എമേർജിംഗ് കോസ്റ്റിംഗ് അപ്രോച്ചസ് ആണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും 4 ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊഡക്ടിവിറ്റി, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, ദറ്റ് ഈസ് BPR, ദെൻ ജസ്റ്റ് ഇൻ ടൈം, ദെൻ വാല്യൂ ചെയിൻ അനാലിസിസ്. സോ ഫസ്റ്റ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസിയുടെ ഒരു ഇൻഡെക്സിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ പേഴ്സണിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പേഴ്സണ് എത്രമാത്രം പെർഫോം ചെയ്യാൻ കഴിയും, എത്രമാത്രം ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, അതിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് എബിലിറ്റി ടു പ്രൊഡ്യൂസ് എ ഗുഡ്സ് ഓർ സർവീസ്. സോ ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷന് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിയെ മെഷർ ചെയ്യുക. അതിനെയാണ് നമ്മൾ ആ ഒരു മെഷർമെൻറ്റിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഡെഫിനേഷൻ നോക്കാം. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ ഇൻഡെക്സ് ദാറ്റ് മെഷേഴ്സ് ഔട്ട്പുട്ട്, that is goods and services, relative to the input, that is materials, labors, etc. used to produce the product. അതായത് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ, ലേബർ തുടങ്ങിയിട്ടുള്ള ഇൻപുട്ടുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രമാത്രം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, ആ ഒരു റിലേഷൻ, ആ ഒരു ഇൻഡെക്സിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ പ്രൊഡക്ടിവിറ്റി കാൽക്കുലേറ്റ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. അതായത് നൽകിയ ഇൻപുട്ടിന് എത്രമാത്രം ഔട്ട്പുട്ട് നമ്മൾ നൽകുന്നുണ്ട്, അതിനെയാണ് പ്രൊഡക്ടിവിറ്റി. ആ റേഷ്യോ ആണ് നമ്മളിവിടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയും. അല്ലെങ്കിൽ ഗ്രോസ് ഇൻകം ഡിവൈഡഡ് ബൈ ഗ്രോസ് എക്സ്പെൻസ്. നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് എത്രമാത്രം ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ സിംപ്ലി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഓർ സർവീസസ്. ഗുഡ്സ് സർവീസസും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന, അതായത് നമ്മുടെ ആ ഒരു എബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ എത്രത്തോളം ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആണ് എന്നുള്ളത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നുണ്ട്. ഹൈലി ടെക്നോളജിക്കൽ ആയിട്ടുള്ള, ഹൈലി എക്യുപ്ഡ് ആയിട്ടുള്ള മെഷീൻസും അല്ലെങ്കിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഷീൻസൊക്കെ ഉപയോഗിക്കുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ പ്രൊഡക്ടിവിറ്റി കൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ ട്രഡീഷണൽ മെത്തേഡ്സ് എല്ലാം ഫോളോ ചെയ്ത് വരുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡക്ടിവിറ്റി കുറയാനും സാധ്യതയുണ്ട്. സെക്കൻഡ് വൺ ഹ്യൂമൻ ഫാക്ടേഴ്സ് ആണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ വെറും ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഹൈലി എക്യുപ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട്, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല മെറ്റീരിയൽസ് ഉണ്ട്. ഇതുകൊണ്ട് മാത്രം നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സാധിച്ചോളണമെന്നില്ല, പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. പിന്നെ അവിടെ എന്ത് വേണം? വില്ലിങ്നെസ് ടു വർക്ക്. അവിടെ എംപ്ലോയീസ് എന്ത് ചെയ്യണം? റെഡി ആയിരിക്കണം, വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, ഹ്യൂമൻ ഫാക്ടേഴ്സ്. എംപ്ലോയീസ് എന്തായിരിക്കണം? ആ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡി ആയിരിക്കണം, അവർ മോട്ടിവേറ്റഡ് ആയിരിക്കണം എന്നുള്ള. ദെൻ തേർഡ് വൺ ഫൈനാൻഷ്യൽ ഫാക്ടേഴ്സ് ആണ്. ഫൈനാൻഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈഫ് ബ്ലഡ് ആണ് ഫിനാൻസ് എന്ന് പറയുന്നത്, അല്ലെ? ഫിനാൻസ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഓർഗനൈസേഷനെ റൺ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള. സോ നമുക്ക് ആഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ഫിനാൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് ആഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് കൊണ്ടുവരാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബോണസുകളും അതുപോലെ തന്നെ ഇൻസെൻറ്റീവ് സ്കീമുകളും ഒക്കെ നൽകിക്കൊണ്ട് നമുക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാം. മറ്റും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഫിനാൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് സാധിക്കും, അല്ലെ? സോ ആ ഒരു ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ മാനേജീരിയൽ ഫാക്ടേഴ്സ്. അതായത് നല്ലൊരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ അവിടെ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് ഈ മാനേജീരിയൽ ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് മാനേജീരിയൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എംപ്ലോയർ റിലേഷൻഷിപ്പാണ്. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി പോലെ, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് പോലെ, അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെ ഒരു മാനേജീരിയൽ സ്കില്ലുള്ള ആളുകൾ ആ ഓർഗനൈസേഷനിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റിന് മാനേജീരിയൽ സ്കില്ലുകൾ ഉണ്ട് എങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ദെൻ ഫിഫ്ത്ത് വൺ നാച്ചുറൽ ഫാക്ടേഴ്സ് ആണ്. നാച്ചുറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ക്ലൈമറ്റ് എത്രമാത്രം നമ്മുടെ ഓർഗനൈസേഷന് പിന്നെ പോസിറ്റീവാണ്, അതായത് നമ്മുടെ എംപ്ലോയീസിന് വർക്ക് ചെയ്യാനുള്ള നല്ല ഫാക്ടേഴ്സ് ഉണ്ടോ, നല്ല ഒരു എൻവയോൺമെന്റ് ഉണ്ടോ എന്നുള്ളതെല്ലാം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് റെഗുലേഷൻ, നമ്മുടെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ റീജിയണിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, അത് നമ്മുടെ പിന്നെ പ്രൊഡക്ഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന, അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് മെഷേഴ്സ് ഓഫ് പ്രൊഡക്ടിവിറ്റി. എങ്ങനെ നമുക്ക് പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാം എന്നുള്ളതാണ്. പ്രൊഡക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാം. അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് പ്ലസ് നെറ്റ് ആഡഡ് വാല്യൂ ഡിവൈഡ് ബൈ ടോട്ടൽ കോസ്റ്റ്, അല്ലെങ്കിൽ ഗ്രോസ് ഇൻകം ഡിവൈഡഡ് ബൈ ഗ്രോസ് എക്സ്പെൻഡിച്ചർ. ഈ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പ്രൊഡക്ടിവിറ്റി സിംപ്ലി നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് സിമ്പിൾ ആണ് എന്ന് തോന്നിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേയിലൂടെ
നമുക്ക് പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാം. സോ അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഫാക്ടറൽ പ്രൊഡക്ടിവിറ്റിയാണ്. ഫാക്ടറൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ നിന്നും പ്രൊഡക്ടിവിറ്റീസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് കോൺട്രിബ്യൂഷൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഓവറോൾ പ്രൊഡക്ടിവിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്നുള്ളത് നോക്കാം. അതിനെയാണ് നമ്മൾ ഫാക്ടറൽ പ്രൊഡക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ പ്രധാനമായിട്ട് 3 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ലേബർ പ്രൊഡക്ടിവിറ്റി, സെക്കൻഡ് വൺ മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി, ദെൻ തേർഡ് വൺ മെഷീൻ പ്രൊഡക്ടിവിറ്റി. ഈ 3 പ്രൊഡക്ടിവിറ്റീസും കൂടെ ഐഡന്റിഫൈ ചെയ്താലാണ് നമുക്ക് ഓവറോൾ പ്രൊഡക്ടിവിറ്റി കിട്ടുള്ളൂ. ഓക്കെ, സോ അതിന്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ലേബർ പ്രൊഡക്ടിവിറ്റി ഐഡന്റിഫൈ ചെയ്യാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ മാൻ ഹവേഴ്സ്. അതായത് ഓരോ ലേബേഴ്സും എത്രമാത്രം പ്രൊഡക്ടിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അവർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവർ ആ ഓരോ എംപ്ലോയീസിന്റെയും ലേബർ ഹവേഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇൻ ടേംസ് ഓഫ് ഹവേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, ഇൻ ടേംസ് ഓഫ് മണി ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. സോ ഈ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻസ് എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി. മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നൽകിയിട്ടുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രൊഡക്ഷൻ കോസ്റ്റ്, അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്, അല്ലെങ്കിൽ വേസ്റ്റ് ഓർ സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മെറ്റീരിയൽ കൺസ്യൂംഡ് ഇൻറ്റു 100. ഈ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ പ്രോബ്ലംസിലേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഈ ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ തേർഡ് ഫാക്ടറൽ പ്രൊഡക്ടിവിറ്റിയിൽ വരുന്ന തേർഡ് വൺ മെഷീൻ പ്രൊഡക്ടിവിറ്റിയാണ്. അതായത് ഓരോ മെഷീൻസ് നമ്മൾ പറഞ്ഞു എക്യുപ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട്. സോ ഓരോ മെഷീൻസ് നമ്മൾ ഹൈ കോസ്റ്റ് നൽകിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള മെഷീൻസ് എല്ലാം അത്രമാത്രം പ്രൊഡക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സോ ആ മെഷീൻ പ്രൊഡക്ടിവിറ്റി നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ആണ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ആക്ച്വൽ മെഷീൻ ഹവേഴ്സ്, അതുപോലെ തന്നെ ആക്ച്വൽ മെഷീൻ ഹവേഴ്സ് ഡിവൈഡ് ബൈ പ്ലാൻഡ് മെഷീൻ ഹവേഴ്സ് ഇൻറ്റു 100. Then lost time percentage is equal to machine hours lost divided by possible machine hours into 100. So ഈ equations എല്ലാം ഉപയോഗിച്ച് നമുക്ക് മെഷീൻ പ്രൊഡക്ടിവിറ്റി ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. Then next overall productivity. Overall productivity is equal to total output divided by total input, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഇൻപുട്ട്. ഇതിന് ഓവറോൾ പ്രൊഡക്ടിവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ഒന്നുകിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓവറോൾ പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇറ്റ്സ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു സെയിൽസ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇറ്റ്സ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓവറോൾ പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഈ ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിന് പ്രോബ്ലംസ് ഒന്നും കൂടുതലായിട്ട് അങ്ങനെ നമ്മൾ എക്സാമുകളിലൊന്നും കാണാറില്ല. ഓക്കെ, ദ നെക്സ്റ്റ് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ്. പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻസിനെ നമ്മളൊരു മാത്തമെറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ പ്രൊഡക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെയാണ്. പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ്, ആ റേഷ്യോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഹയർ പ്രൊഡക്ടിവിറ്റി. നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റ് ആണ് ഓർഗനൈസേഷൻ ഉള്ളതെന്നുള്ള ഒന്ന്, ഹയർ പ്രോഫിറ്റ് കൂടും അല്ലെ. അതുപോലെ തന്നെ എംപ്ലോയീസ് വെൽഫെയർ, എംപ്ലോയീസിന്റെ വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ കൂടും, അവർക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആണ്. അതുപോലെ തന്നെ ബെറ്റർ റിട്ടേൺ, ബെറ്റർ റിലേഷൻ, അതായത് എംപ്ലോയർ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ സപ്ലയർ എംപ്ലോയി റിലേഷൻഷിപ്പ്, ഇങ്ങനെ എല്ലാ റിലേഷൻഷിപ്പും നല്ലൊരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഗുഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് നമ്മുടെ ഓർഗനൈസേഷനെ റേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് റേറ്റിംഗ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഗുഡ് വില്ല് ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കസ്റ്റമേഴ്സ് നല്ല പ്രൊഡക്റ്റ് ലഭിക്കുന്നതോട് കൂടിയിട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് ഈ ഒരു പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് കോസസ് ഓഫ് ലോ പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള അതിൻ്റെ കാരണങ്ങൾ, എന്തുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കുറയുന്നു. അതിൽ ഫസ്റ്റ് വൺ ലാക്ക് ഓഫ് സ്കിൽസ്. എംപ്ലോയീസിന് സ്കില്ലില്ല, അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റിന് സ്കില്ലില്ല, പ്രൊഡക്ടിവിറ്റി കുറയും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് കോപ്പറേഷൻ എമംഗ് എംപ്ലോയീസ് തമ്മിലുള്ള കോപ്പറേഷൻ ഇല്ല എങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയും. ടെക്നോളജി, പ്രോപ്പർ ആയിട്ടുള്ള ടെക്നോളജി ഇല്ല, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഇല്ല എങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും. അതുപോലെ തന്നെ എംപ്ലോയീസിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് സ്കിൽ ഉണ്ടാവില്ല, ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ടിവിറ്റി കുറയും. അതുപോലെ തന്നെ എംപ്ലോയീസ് ഒരിക്കലും കമ്മിറ്റഡ് അല്ല, അല്ലെങ്കിൽ മാനേജ്മെന്റ് കമ്മിറ്റഡ് അല്ല എങ്കിൽ, കമ്മിറ്റ്മെന്റ് ഇല്ല എങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയും. അതുപോലെ തന്നെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇവിടെ പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. എംപ്ലോയർ റിലേഷൻഷിപ്പ് നല്ലൊരു രീതിയിൽ ഇല്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഫേവറബിൾ എൻവയോൺമെന്റ് കണ്ടീഷൻ, അവർ വർക്കിംഗ് കണ്ടീഷൻ ഒരു ഫേവറബിൾ അല്ല, അതായത് അവിടുത്തെ എൻവയോൺമെന്റ് ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയാൻ കാരണമാണ്. അതുപോലെ തന്നെ പുവർ മാനേജ്മെന്റ്, അവരുടെ മാനേജീരിയൽ ഫങ്ഷൻസ് ഒന്നും എഫക്റ്റീവ് അല്ല, അതായത് അവിടെ സയന്റിഫിക് മാനേജ്മെന്റോ അല്ലെങ്കിൽ അതുപോലുള്ള മാനേജ്മെന്റ് കോൺസെപ്റ്റുകളും മാനേജ്മെന്റ് ടെക്നിക്കുകളൊന്നും അവർ ഉപയോഗിക്കുന്നില്ല എങ്കിൽ
അവിടെ നമുക്ക് പ്രൊഡക്ടിവിറ്റി കുറയുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്, അതായത് ഒരിക്കലും ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന ചില പിന്നെ കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡക്ടിവിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയി പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, എംപ്ലോയീസിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതായത് HR മാനേജ്മെന്റ് എഫക്റ്റീവ് അല്ല എങ്കിൽ അവിടെയും പ്രൊഡക്ടിവിറ്റി കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് തന്നെയാണ് ഇതിൽ വരുന്ന ഫാക്ടേഴ്സിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ഇംപ്രൂവ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് കണ്ടു, പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള കാരണങ്ങൾ കണ്ടു. ദെൻ നമുക്ക് എങ്ങനെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാം, അതിൻ്റെ കുറച്ച് ടിപ്സ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, പ്രൊവിഷൻ ഓഫ് ഇൻസെൻറ്റീവ് ടു വർക്കേഴ്സ്. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് ഈ പറയുന്ന ഫാക്ടേഴ്സ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. അല്ലേ, അതിൽ ഫസ്റ്റ് വൺ പറയുന്ന പ്രൊവിഷൻ ഓഫ് ഇൻസെൻറ്റീവ് ടു വർക്കേഴ്സ്, വർക്കേഴ്സിന് ഇൻസെൻറ്റീവ്സ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, എംപ്ലോയീസ് ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റഡ് ആവും, അവർ വില്ലിങ്നെസ് ഉണ്ടായിരിക്കും, അവർ മോട്ടിവേറ്റ് ആയി അവർ വർക്ക് ചെയ്യും. അല്ലെ, ദെൻ പ്രൊവിഷൻ ഓഫ് ആഡിക്വേറ്റ് ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് വെൽഫെയർ മെഷേഴ്സ്, ആവശ്യമായിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ക്ലിയർ ആയി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് സിംപ്ലിഫിക്കേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, സ്പെഷ്യലൈസേഷൻ തുടങ്ങിയിട്ടുള്ള ടെക്നിക്കുകളെല്ലാം അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്, എംപ്ലോയീസിന് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനിങ് നൽകുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ്, ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോൾ ടെക്നിക്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റിസർച്ച് നടത്തിയിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തുക. പുതിയ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ നമുക്ക് അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നോക്കുക. പുതിയ ടെക്നിക്സും ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുക. അതുപോലെ തന്നെ പ്രോപ്പർ പ്ലാൻ ലേ ഔട്ട്, നല്ലൊരു പ്ലാൻ ലേ ഔട്ട് സെറ്റ് ചെയ്യുക. എന്താണ് പ്ലാൻ ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ, ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലെ മെഷീൻസിന്റെ ഒക്കെ അറേഞ്ച്മെന്റ്, അതുപോലെ തന്നെ അതിന്റെ ഓഫീസുകളുടെ എൻ്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ പ്ലാൻഡ് ലേ ഔട്ട് എന്ന് പറയുന്നത്. സോ ആ ഒരു പിന്നെ മെഷീൻസ് കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മെഷീൻസ് ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അതായത് രണ്ട് മെഷീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത് തന്നെ വെക്കുക. അല്ല, ഈ രീതിയിൽ നമ്മൾ മെഷീൻസിനൊക്കെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഒക്കെ കൃത്യമായിട്ട്, അതായത് നമുക്ക് എംപ്ലോയീസിനെല്ലാം കയ്യെത്തും ദൂരത്ത് എന്ത് ചെയ്യുക, മെറ്റീരിയൽസ് അവൈലബിൾ ആക്കുക. അതുപോലെ തന്നെ ഇന്റേണൽ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ, ട്രക്കുകളും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ട്രക്കുകളൊക്കെ അവൈലബിൾ ആക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ പിന്നെ ലിഫ്റ്റ് പോലെ സംവിധാനങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, ക്രെയിൻ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയും, അത് പിന്നെ ഹൈ വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ ലെങ്തി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ പിന്നെ നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂവിങ് മെഷീൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പ്രൊഡക്ടിവിറ്റി കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ രീതിയിലുള്ള ടെക്നിക്സുകളോ ടിപ്സുകളോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് ഈ ഒരു പ്രൊഡക്ടിവിറ്റി എന്നുള്ള ടോപ്പിക്കിൽ പ്രധാനമായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. എന്താണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, BPR എന്നുള്ളത് നോക്കാം. അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ദി ഫണ്ടമെന്റൽ റീതിങ്കിങ് ആൻഡ് റാഡിക്കൽ റീഡിസൈൻ ഓഫ് ദി ബിസിനസ് പ്രോസസ് ടു അച്ചീവ് ഡ്രാമാറ്റിക് ഇംപ്രൂവ്മെന്റ്സ് ഇൻ ക്രിട്ടിക്കൽ contemporary measures of performance such as cost, quality, service and speed. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിൽ ഇതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് പോലെ, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പോലെ, നമ്മുടെ സർവീസ് പോലെ, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പീഡ് പോലെ, ഡെലിവറിയുടെ സ്പീഡ് പോലെ, അങ്ങനെയുള്ള നമ്മുടെ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിൽ ഒരു ഡ്രാമറ്റിക് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു റീതിങ്കിങ് അല്ലെങ്കിൽ ഒരു റീഡിസൈനിങ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പം നിലവിലുള്ളതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം. ആ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ് പ്രോസസ്സുകളിൽ എന്ത് ചെയ്യുന്നു, ഒരു റീഡിസൈനിങ് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ഹെഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബിസിനസ് പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നു, റീ എഞ്ചിനീയർ ചെയ്യുന്നു. ഫോർ വാട്ട്? ഫോർ ഡ്രാമാറ്റിക് ഇംപ്രൂവ്മെന്റ്, ടു അച്ചീവ് ഡ്രാമാറ്റിക് ഇംപ്രൂവ്മെന്റ്. ഇതാണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് BPR, സിസ്റ്റംസ് ഫിലോസഫി. അതായത് BPR എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഫിലോസഫിയാണ്. എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇൻപുട്ടുകളാണ് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ടായിട്ട് മാറുന്നത്, അല്ലെ. അപ്പോൾ ഈ ഇൻപുട്ടുകളെ നമ്മൾ ഔട്ട്പുട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഇൻപുട്ടിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രോസസ്സുകളിലാണ് നമ്മൾ ചേഞ്ച് കൊണ്ടുവരുന്നത്, നമ്മൾ റീഡിസൈൻ ചെയ്യുന്നത്. സോ ഇതിന്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇത് സക്സസ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക്
മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സോ ഇതിനെയാണ് നമ്മൾ സിസ്റ്റം ഫിലോസഫി എന്ന് പറയുന്നത്. അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കണം ഏത് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ഓൺ ബിസിനസ് പ്രോസസ്. അതായത് ഇതൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ എൻറ്റയർ പ്രോസസ്സിൽ നിന്നും അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ വ്യൂ ഇതിലേക്കുണ്ട് ഈ ഒരു ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗിലേക്ക് ഉണ്ട്. അതായത് എല്ലാ പ്രോസസ്സുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. നമ്മളതിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ BPRൽ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ്സ് എ റാഡിക്കൽ ഇംപ്രൂവ്മെന്റ്. BPR എന്ന് പറഞ്ഞാൽ റാഡിക്കൽ ഇംപ്രൂവ്മെന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ കേസൻ പറഞ്ഞ പോലെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് അല്ല, റാഡിക്കൽ ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ആണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ചേഞ്ച്, അതായത് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും നമ്മുടെ കസ്റ്റമേഴ്സിനും എല്ലാവർക്കും നമ്മുടെ ഓർഗനൈസേഷൻ്റെ നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ പാർട്ടീസിനും ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള ചേഞ്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് BPRലൂടെ കൊണ്ടുവരുന്നത്. ദെൻ നെക്സ്റ്റ് പീപ്പിൾ സെൻട്രിക്. അതായത് BPR നമ്മൾ ചെയ്യുന്നത് നോൺ വാല്യൂ ആഡഡ് സർവീസുകൾ അല്ലെങ്കിൽ നോൺ വാല്യൂ ആഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ എല്ലാം, അതായത് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ഒരു വാല്യൂം ആഡ് ചെയ്യാത്ത ആക്ടിവിറ്റീസിനെ എല്ലാം റിമൂവ് ചെയ്തുകൊണ്ട് പീപ്പിൾസിന് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, ഒരു പ്രോസസ്സ് ആണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ എൻഡ് കസ്റ്റമേഴ്സ്. ഈ ഇംപ്രൂവ്മെന്റ് ഈ ഒരു ചേഞ്ചുകളെല്ലാം വരുന്നതിന് വേണ്ടിയിട്ടാണ് എൻഡ് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, അല്ലെ അവർക്ക് ബെനിഫിഷ്യൽ ആകുന്ന അല്ലെങ്കിൽ അവരുടെ റിക്വയർമെന്റ്സ് അച്ചീവ് ചെയ്യുന്ന തരത്തിൽ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചേഞ്ചസ് എല്ലാം കൊണ്ടുവരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്രോസസ് ബേസ്ഡ്. BPR എന്ന് പറയുന്നത് പ്രോസസ് ബേസ്ഡ് ആണ്. അതായത് നമ്മൾ ചേഞ്ച് വരുത്തുന്നത് എക്സിസ്റ്റിംഗ് പ്രോസസ്സിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വാല്യൂസ് ആഡ് ചെയ്യുന്നത്, എക്സിസ്റ്റിംഗ് പ്രോസസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചേഞ്ചസ് കൊണ്ടുവരുന്നത്, അതിലാണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മൾ ഈ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് റാഡിക്കൽ ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഡ്രാസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ആണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ കാണുന്നത്. ഇത്രയാണ് അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഫോർ സക്സസ് ആൻഡ് ഫെയിലിയർ ഓഫ് BPR. നമ്മൾ BPR ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് നമ്മൾ നടപ്പിലാക്കുന്ന സമയത്ത് അതിന്റെ സക്സസിനെയും ഫെയിലിയറിനെയും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഓർഗനൈസേഷൻ വൈഡ് കമ്മിറ്റ്മെന്റ് ആണ്. അത് ഇത്തരത്തിലൊരു ചേഞ്ച് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഈ ഒരു BPR ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എത്രമാത്രം ഓർഗനൈസേഷനിലെ ഡിപ്പാർട്ട്മെന്റുകളും എംപ്ലോയീസും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സും അതിനോട് കമ്മിറ്റഡ് ആണ് എന്നുള്ളത് നമ്മൾ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. അതുപോലെ തന്നെ എഫക്റ്റീവ് ലീഡർഷിപ്പ്. അതായത് നമ്മൾ ചേഞ്ച് കൊണ്ടുവരാൻ ചേഞ്ച് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് വരുന്ന സമയത്ത് എംപ്ലോയീസും മറ്റു പല സ്റ്റേക്ക് ഹോൾഡേഴ്സും അതിനെന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് റെസിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളാണ് ഇതിനകത്തുള്ളതെങ്കിൽ ലീഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ടത് സക്സസ് നമുക്കതിൽ BPR സക്സസ് ആയിട്ട് നടപ്പിലാക്കാൻ സാധിക്കും. ദെൻ തേർഡ് വൺ ടീം കോമ്പോസിഷൻ ആണ്. ആ ഒരു ടീം സ്പിരിറ്റോട് കൂടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ടീം എന്ന് പറയുന്നത് ഒരു കോർഡിനേഷൻ ഉള്ള, അതുപോലെ തന്നെ ഒരു എന്താ പറയുക കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ ഒരു BPR നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ബിസിനസ് നീഡ്സ് അനാലിസിസ്. അതായത് കൃത്യമായിട്ടുള്ള അനാലിസിസ് നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതെങ്കിൽ BPR ഇംപ്ലിമെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സക്സസ് ആയിരിക്കും. പലപ്പോഴും എന്തായിരിക്കും ഈ BPR ടീം പലപ്പോഴും യാതൊരുവിധ അനാലിസിസും നടത്താതെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവന്നാൽ നമുക്ക് ഒരിക്കലും ഇത് എന്ത് ചെയ്യാൻ കഴിയില്ല, സക്സസ് ആയിട്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ് പറയുന്ന ആഡിക്വേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതായത് BPRൽ നമ്മൾ ടെക്നോളജിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഒരു സക്സസിന്റെയും ഫെയിലിയറിന്റെയും ഫാക്ടറാണ്. അതുപോലെ തന്നെ എഫക്റ്റീവ് ചേഞ്ച് മാനേജ്മെന്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഓട്ടോമാറ്റിക്കലി എംപ്ലോയീസ് എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറിൽ അവരുടെ ഒരു പ്രോസസ്സിൽ അവരുടെ ടെക്നോളജിയിലാണ് എന്ത് ചെയ്യുന്നത് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു രീതിയിലാണ് അവരിപ്പോൾ കറന്റ്ലി അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മളൊരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ അത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ ആ ഒരു ഇന്നോവേഷനെ അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പം നല്ലൊരു ചേഞ്ച് മാനേജ്മെന്റ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സക്സസ്ഫുൾ ആയിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺഗോയിങ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. നിലവിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ചേഞ്ചസ് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് BPR വരുന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം അത് സക്സസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതായത് കൂടുതലായിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല, കൂടുതൽ ഫോൾട്ടുകളൊന്നും വരാൻ സാധ്യതയില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ഫാക്ടറായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് പ്രോസസ് ഓഫ് BPR. നമ്മുടെ ഓർഗനൈസേഷനിൽ BPR ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു 6 സ്റ്റെപ്പുകളിലൂടെ ആയിരിക്കണം BPR ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ പ്രിപ്പയർ ഫോർ റീ എഞ്ചിനീയറിംഗ്. ദാറ്റ് മീൻസ് ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു പ്ലാൻ ടു ഫെയിൽ. നമ്മൾ പ്ലാൻ ചെയ്യുന്നതിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു എന്നുള്ളതാണ്. അതായത് ഫെയിൽ ആവാൻ വേണ്ടി നമ്മൾ
പ്ലാൻ ചെയ്തു എന്നുള്ളതാണ്. സോ നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത് റീ എഞ്ചിനീയറിംഗിന് മുമ്പ് നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻസ് നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, BPRൻ്റെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ ഒരു റീ എഞ്ചിനീയറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നമ്മുടെ ഓർഗനൈസേഷൻസിന് കണ്ടെത്തണം. അതായത് ഇത്തരത്തിലൊരു BPRൻ്റെ ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ ഈ BPRൻ്റെ ആവശ്യങ്ങൾ നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്, ആരിൽ നിന്നാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കണം നമ്മൾ നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റീ എഞ്ചിനീയറിംഗിലേക്ക് നടക്കേണ്ടത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാപ്പ് ആൻഡ് അനലൈസ് ദി എക്സിസ്റ്റിംഗ് പ്രോസസ്സ്. നമ്മുടെ ഓർഗനൈസേഷനിൽ എക്സിസ്റ്റിംഗ് പ്രോസസ്സുകൾ, നിലവിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സുകളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, മാപ്പ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക ആൻഡ് അനലൈസ് ചെയ്യുക. കൃത്യമായിട്ട് ആ പ്രോസസ്സുകളെ അനലൈസ് ചെയ്യണം എന്നതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സിന് ചേഞ്ച് കൊണ്ടുവരേണ്ടതുണ്ടോ, എന്തുകൊണ്ട് ഈ പ്രോസസ്സിന് ചേഞ്ച് കൊണ്ടുവരുന്നു, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ ആൻസർ കണ്ടെത്തണം. അപ്പോഴേ നമുക്ക് ഈ BPR സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫോർമുലേറ്റ് എ റീഡിസൈൻ പ്രോസസ് പ്ലാൻ. ദെൻ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റെപ്പിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അനാലിസിസ് നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ റീഡിസൈൻ പ്രോസസ് പ്ലാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർമുലേറ്റ് ചെയ്യുന്നു, ഒരു നല്ലൊരു പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, ഏത് പ്രോസസ്സുകൾക്ക് പകരം ഏത് പ്രോസസ്സാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം നിലവിൽ ഈ പ്രോസസ്സാണ്, ഈ പ്രോസസ്സിന് പകരം നമ്മൾ ഇനി മുതൽ ഈ പ്രോസസ്സാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ഒരു പ്ലാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. ദെൻ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് റീ എഞ്ചിനീയർ ദി പ്രോസസ്സസ്. അതായത് നമ്മുടെ നിലവിലുള്ള പ്രോസസ്സുകളിലെ നമ്മൾ റീ എഞ്ചിനീയർ ചെയ്യുകയാണ്. ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ കറണ്ട് സിറ്റുവേഷനിലേക്ക് നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സുകൾ, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ നമ്മൾ അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ബെറ്റർ ആയിട്ടുള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്പിനകത്ത് ചെയ്യുന്നത് ബെഞ്ച് മാർക്കിംഗ് ആണ്. ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പാരിസൺ ആണ് അല്ലെ. നമ്മളും നമ്മുടെ മറ്റു ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന, ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു ഓർഗനൈസേഷൻ അവർ ഇന്ന പ്രോസസ്സാണ് ചെയ്യുന്നത്, നമ്മൾ ഈ പ്രോസസ്സാണ് ചെയ്യുന്നത്. സോ ആ പ്രോസസ്സിന് എന്ത് ബെനിഫിറ്റ് ആണ് അവർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് എന്താണ് അവിടെ ലഭിക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് റീ എഞ്ചിനീയർ ദി പ്രോസസ്സ് എന്നുള്ള ഒരു സ്റ്റെപ്പിനകത്ത് ചെയ്യുന്നത്. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ദി റീ എഞ്ചിനീയർഡ് പ്രോസസ്സ്. സോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള, നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ആ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ ഇംപ്രൂവ് പ്രോസസ് കണ്ടിന്യൂസ്ലി. നമ്മൾ എന്ത് ചെയ്യുന്നു, സാവധാനം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോസസ്സുകളെ ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇത്രയും പ്രോസസ്സുകളിലൂടെ ആയിരിക്കണം നമ്മുടെ BPR ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, പ്രോഗ്രസ് ഓഫ് ആക്ഷൻ. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ആക്ഷൻ്റെ പ്രോഗ്രസ്, എന്തെല്ലാം പ്രോഗ്രസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റിസൾട്ട്, അതായത് നമ്മൾ ആക്ഷൻ എടുത്തു, ആ ആക്ഷൻ്റെ എഫക്റ്റ് എന്താണ് ഓർഗനൈസേഷനിൽ നടക്കുന്നത്, എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് വരുന്നത് എന്നുള്ളത് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്, മോണിറ്റർ ചെയ്യേണ്ടതുള്ളതും കൂടെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സോ ഇത്രയും പ്രോസസ്സുകളിലൂടെയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ BPR നമ്മൾ ഇംപ്ലിമെന്റ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് BPR. ഫസ്റ്റ് വൺ, ലോവർ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. എക്സിസ്റ്റിംഗ് സ്റ്റാഫുകളെ, എക്സിസ്റ്റിംഗ് ടെക്നോളജിയൊക്കെ നമുക്ക് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇൻക്രിമെന്റ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു. അതായത് ഇൻക്രിമെന്റ് ആയിട്ട് 1 by 1 ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എൻഹാൻസ്ഡ് ബിസിനസ് പെർഫോമൻസ്, നമ്മുടെ ബിസിനസ് പെർഫോമൻസ് മീൻസ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ ഈ ഒരു BPRലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് BPRന്റെ ലിമിറ്റേഷൻസ്. ഫസ്റ്റ് വൺ, കോസ്റ്റ്ലി. ഇറ്റ് ഈസ് ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം നമുക്ക് പലപ്പോഴും പല പ്രോസസ്സുകളിലും ചേഞ്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ പല വലിയ എമൗണ്ട്സ് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ എക്സ്പേർട്സിന് ആവശ്യമായിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ്. കാരണം ഇത്തരത്തിൽ നമ്മളൊരു പ്രോസസ്സ് റീ എഞ്ചിനീയർ ചെയ്യുന്ന സമയത്ത് നമ്മളത് ആദ്യം അനലൈസ് ചെയ്യണം, അതിന് ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തണം അല്ലെ. സോ എക്സ്പേർട്സിന് ആവശ്യമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻസ് ഉണ്ടാവാൻ സാധ്യത. അതായത് നമ്മുടെ ചില അസംഷൻസിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, BPR ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ആ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻസിന്റെ ബേസിലാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫാൾസ് അസംഷൻസ് അല്ലെ, അതായത് തെറ്റായിട്ടുള്ള അസംഷൻസ് തെറ്റിപ്പോവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡൗൺ സൈസിങ്,
അതായത് നമ്മൾ വലിയ ചേഞ്ചസ് കൊണ്ടുവരുന്ന സമയത്ത് പല ഓർഗനൈസേഷനിലും അത് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അവരുടെ ഒരു റെപ്യൂട്ടേഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഡൗൺ സൈസിങ് എന്നുള്ള ഒരു ലിമിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഫെയിലിയർ ടു എൻഷുർ മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ്, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ഉറപ്പുവരുത്താൻ നമുക്ക് എന്ത് ചെയ്യുന്നു, ഫെയിൽ ആവുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഓർഗനൈസേഷൻ നല്ലൊരു ചേഞ്ച് മാനേജ്മെന്റ് ഇല്ല എങ്കിൽ, സോ അത്തരത്തിലുള്ള മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എങ്കിൽ, അത് സയന്റിഫിക് മാനേജ്മെന്റ് പോലെയുള്ള മാനേജ്മെന്റുകളൊന്നും ഇല്ല, ചേഞ്ച് മാനേജ്മെന്റ് ഒന്നും ഇല്ല എങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് അവിടെ എൻഷുർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഡിസ്റിഗാർഡ് ഓഫ് പീപ്പിൾ. നമ്മളിവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എഫിഷ്യൻസിയിലും ടെക്നോളജിയിലുമാണ്. നമ്മുടെ ഓർഗനൈസേഷനിലെ പീപ്പിൾസിൽ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ ഫോക്കസിങ് നൽകുന്നില്ല. ഈ BPR-നകത്ത് പ്രോസസ്സിലാണ് നമ്മൾ ചേഞ്ച് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ നോ ഫോക്കസ് ഓൺ കൺസ്ട്രൈൻസ്. ഇവിടെ നമ്മൾ ലിമിറ്റുകളിൽ, പരിധികളിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല. റീഎഞ്ചിനീയറിംഗ് പലപ്പോഴും നമ്മുടെ ലിമിറ്റുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ബേസിൽ തന്നെ നമുക്ക് ഈ ഒരു BPR നടപ്പിലാക്കാൻ സാധിച്ചോളണം എന്നില്ല എന്നുള്ളതും ഇതിന്റെ ഒരു ലിമിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ്, റിസ്ക് ഇൻ BPR. ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ റിസ്ക്. അത് നമ്മുടെ ഓർഗനൈസേഷനിൽ BPR ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു റിസ്ക് ആണ് ഫിനാൻഷ്യൽ റിസ്ക്. നമ്മൾ BPR-ന്റെ ഭാഗമായിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നു. ആ ഇൻവെസ്റ്റ്മെന്റിനെല്ലാം നമ്മൾ വലിയൊരു റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ആ എക്സ്പെക്ടേഷൻ ലെവലിൽ നമുക്ക് റിട്ടേൺ ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. അതിനെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ദെൻ ടെക്നിക്കൽ റിസ്ക്. നെക്സ്റ്റ്, ടെക്നിക്കൽ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ BPR ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ IT ആണ് ഉപയോഗിക്കുന്നത്. IT-യുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ BPR ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ IT എന്ന് പറയുന്നതിന് എപ്പോഴും ഈ ഒരു BPR-ന് സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിച്ചോളണം എന്നില്ല. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ജനറൽ പ്രൊജക്ട് റിസ്ക് ആണ്. ജനറൽ പ്രൊജക്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ BPR ടീം കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ, നമ്മുടെ പ്രോസസ്സ് റീഎഞ്ചിനീയറിംഗിന്റെ ഭാഗമായി അവർ കണ്ടെത്തിയിട്ടുള്ള പുതിയ പ്രോസസ്സുകൾ നമ്മുടെ ജനറൽ പ്രൊജക്ട് ടീമിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല. അതായത് ജനറൽ ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന പ്രോസസ്സുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല. മറ്റൊന്ന് പറയുന്നത് ഫംഗ്ഷണൽ റിസ്ക് ആണ്. അത് ഓർഗനൈസേഷനിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കില്ല ചിലപ്പോൾ BPR വന്നിട്ടുണ്ടായിരിക്കും. അതായത് ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയ പ്രോസസ്സ് നിലവിൽ നമ്മുടെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ അത് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല. അതിനെ ഫംഗ്ഷണൽ റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പൊളിറ്റിക്കൽ റിസ്ക്. പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറഞ്ഞാൽ ടോപ്പ് മാനേജ്മെന്റിന്റെ ചേഞ്ച്. അത് നമ്മൾ BPR നടപ്പിലാക്കുന്ന സമയത്ത് ടോപ്പ് മാനേജ്മെന്റിൽ ചേഞ്ച് വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവിടുന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടില്ല. ആ രീതിയിൽ നമുക്ക് സപ്പോർട്ട് ടോപ്പ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല എങ്കിൽ അതിനെയാണ് പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്നും സ്റ്റാഫിന്റെ ഭാഗത്തുനിന്നും ഓപ്പറേഷണൽ സ്റ്റാഫുകളൊന്നും നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറയുന്നത്. ബാരിയേഴ്സ് ഇൻ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് BPR ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വരുന്ന ചില ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, പ്രൊജക്ട് റിലേറ്റഡ് ഇഷ്യൂസ്. പ്രൊജക്ട് റിലേറ്റഡ് ഇഷ്യൂസ് പ്രധാനമായിട്ടും 3 ഇഷ്യൂസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ദി പ്രൊജക്ട് കണ്ടന്റ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ ചേഞ്ചിന്റെ ഭാഗമായിട്ട്, പ്രോസസ് റീഎഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് ടീം നമ്മുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആ പ്രൊജക്ടിന്റെ കണ്ടന്റിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ, ചില ബിസിനസ് പ്രോബ്ലംസിന്, ചില പ്രോസസ്സുകളിൽ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും. ആ ചേഞ്ചസ് എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിക്കൊള്ളണം എന്നില്ല. സപ്പോസ് നമ്മൾ IT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ ഒരു വർക്ക്, ഒരു എംപ്ലോയിക്ക് പകരം അവിടെ ഒരു മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ചിലപ്പോൾ അത് എംപ്ലോയീസ് എന്ത് ചെയ്യും, സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ജോബ് നഷ്ടപ്പെടുമെന്നുള്ളത് അല്ലെ. ഈ രീതിയിലുള്ള ജോബ് കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വൺ, പ്രൊജക്ട് മാനേജ്മെന്റ് ആണ്. അതായത് നമ്മൾ ഈ ചേഞ്ച് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പ്രൊജക്റ്റ് നമ്മൾ എങ്ങനെയാണ്, അതായത് ഈ BPR എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്തിരിക്കണം. ഏത് റൂട്ടിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതിന്റെ ഡൗട്ട്സുകളും അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിരിക്കണം. കാരണം എംപ്ലോയീസിന്റെ ഇടയിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇടയിലും ഒക്കെ ഫിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെ, അവരുടെ ജോലി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അവർക്ക് എക്സ്ട്രാ വർക്ക് എടുക്കേണ്ടി വരുമോ, അവരുടെ പ്രൊജക്റ്റിൽ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഡൗട്ട്സുകൾ ഉണ്ടായിരിക്കും. ആ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പോകേണ്ടത്. സോ ആ രീതിയിലുള്ള ഒരു ഇഷ്യൂ കൂടെ വരാൻ സാധ്യതയുണ്ട്. ദെൻ തേർഡ് വൺ, ദി റോൾ ഓഫ് എക്സ്റ്റേണൽ കൺസൾട്ടന്റ്. മൂന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ ഈ BPR ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള കൺസൾട്ടൻസ് നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അവരുടെ ആറ്റിറ്റ്യൂഡ്സ്, അതുപോലെ തന്നെ അവരുടെ വാല്യൂസ്, അവരുടെ ബിഹേവിയർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ തേർഡ് വൺ, ഓർഗനൈസേഷണൽ റിലേറ്റഡ് ഇഷ്യൂസ്.
അതായത് നമ്മുടെ ഓർഗനൈസേഷന് ഒരു കൃത്യമായിട്ടുള്ളൊരു കൾച്ചർ ഉണ്ട്, ഓർഗനൈസേഷന് കൃത്യമായിട്ടുള്ള ഒരു പിന്നെ ഓപ്പറേറ്റിംഗ് മെത്തേഡ് ഉണ്ട്, ഓപ്പറേഷൻ രീതിയുണ്ട്. ആ രീതികളിലെല്ലാം പെട്ടെന്നുണ്ടാവുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ഓർഗനൈസേഷൻ തന്നെ പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിക്കൊള്ളണമെന്നില്ല. ഈ രീതിയിലുള്ള ഒരു ബാരിയർ, ഒരു ഇഷ്യൂ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എൻവയോൺമെന്റ് റിലേറ്റഡ് ഇഷ്യൂസ്, നമ്മുടെ ഈ BPR ടീം സജസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്ലാന് നമ്മുടെ എൻവയോൺമെന്റിൽ, നമ്മുടെ ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റിൽ അത് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. കാരണം അവിടുത്തെ ഗവൺമെന്റ് പോളിസീസ് ഒക്കെ ചിലപ്പോൾ അതിന് വിരുദ്ധമായിരിക്കാം, ഈ പ്ലാനിന് വിരുദ്ധമായിരിക്കാം. അവിടുത്തെ പ്രൊവിഷൻസും റെഗുലേറ്ററി നോംസും ഗൈഡ് ലൈൻസും അല്ലെ, അതുപോലെ തന്നെ പബ്ലിക് റെസിസ്റ്റൻസും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇഷ്യൂ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അതോടൊപ്പം മറ്റു ഇഷ്യൂസ്, ടെക്നിക്കൽ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലീഗൽ റെഗുലേറ്ററി ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെയുള്ള മറ്റു ഇഷ്യൂസ് എല്ലാം, ഒരുപാട് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. സോ BPR എന്ന് പറയുന്നത് ചേഞ്ച് ആണ്. ഓട്ടോമാറ്റിക്കലി ചേഞ്ച് വരുന്ന സമയത്ത് അവിടെ റെസിസ്റ്റൻസും അവിടെ ഒരുപാട് പ്രോബ്ലംസും ഉണ്ട് എന്നുള്ളതാണ് ഇത്രയും ബാരിയേഴ്സിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. നെക്സ്റ്റ്, റോൾ ഓഫ് IT ഇൻ BPR. നമുക്കറിയാം, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബിസിനസ് ഫീൽഡിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ പ്രത്യേകിച്ച് നമ്മൾ ഈ IT ഹെൽപ്പോട് കൂടിയിട്ടാണ് BPR എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ എന്താണ് BPRൽ IT റോള് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഡാറ്റാബേസ്. നമ്മുടെ ബിസിനസിന്റെ ഇൻഫർമേഷൻസ് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസുകളിൽ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡാറ്റാബേസുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, IT ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പേർട്ട് സിസ്റ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ചില സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്പേർട്ട് സിസ്റ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസിഷൻ സപ്പോർട്ട് ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട്, അതുപോലെ തന്നെ GDSS, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിസിഷൻ സപ്പോർട്ട് ടൂൾസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വയർലെസ് അപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്, ഇന്റർനെറ്റ് കണക്ഷൻ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ, ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പിന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഡാറ്റകൾ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി BPRൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്രയാണ് BPR എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. നെക്സ്റ്റ്, ജസ്റ്റ് ഇൻ ടൈം. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്കാണ്. ഇതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് വേസ്റ്റുകളെ എലിമിനേറ്റ് ചെയ്യുക, അതോടൊപ്പം സീറോ ലെവൽ ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളതാണ്. അതായത് ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവുന്ന സമയത്ത്, ചെയ്യേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സപ്ലയറിൽ നിന്നും ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു. ദെൻ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെലിവർ ചെയ്യുന്നു. അതായത് നമ്മുടെ ഇൻവെന്ററി എന്ന് പറയുന്നത് സീറോ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ വേസ്റ്റുകളെല്ലാം പരമാവധി റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്കാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ എമൗണ്ടില്, മിനിമം എമൗണ്ടില് ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും റോ മെറ്റീരിയൽസിന്റെയും വർക്ക് ഇൻ പ്രോഗ്രസിന്റെയും എല്ലാം ഇൻവെന്ററി ലെവലുകള് മിനിമം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം. അതിൽ ഫസ്റ്റ് വൺ, പ്രൊഡ്യൂസ് പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സ് വാണ്ട്സ്. അത് ഫസ്റ്റ് വൺ പറയുന്നത് കസ്റ്റമേഴ്സിന് ഏത് പ്രൊഡക്റ്റ് ആണോ വേണ്ടത് ആ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമേഴ്സിന്റെ ഓർഡർ കിട്ടിയതിന് ശേഷം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ് ജസ്റ്റ് ഇൻ ടൈം. ദെൻ സെക്കൻഡ് വൺ, പ്രൊഡ്യൂസ് പ്രൊഡക്ട്സ് ഓൺലി അറ്റ് ദി റേറ്റ് കസ്റ്റമർ വാണ്ട് ദം. അവർക്ക് ആവശ്യമുള്ള റേറ്റിൽ അവരുടെ പ്രൊഡക്റ്റുകൾ അവർക്ക് വേണ്ട രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം. അതുപോലെ തന്നെ ടു പ്രൊഡ്യൂസ് വിത്ത് പെർഫെക്റ്റ് ക്വാളിറ്റി, മാക്സിമം ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ ടു പ്രൊഡ്യൂസ് ഇൻസ്റ്റന്റ്ലി വിത്ത് സീറോ അൺനെസസറി ലീഡ് ടൈം. അതായത് ആവശ്യമില്ലാത്ത ലീഡ് ടൈമുകളെല്ലാം, അതായത് സീറോ ലീഡ് ടൈമിൽ മിനിമം ടൈമിൽ അത് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഇതിന്റെ ഒബ്ജക്റ്റീവാണ്. ദെൻ പ്രൊഡ്യൂസ് വിത്ത് നോ വേസ്റ്റ് ഓഫ് ലേബർ, മെറ്റീരിയൽ, എക്യുപ്മെന്റ്. എവറി മൂവ് ഹാസ് പർപ്പസ് ആൻഡ് ദർ ഈസ് നോ ഐഡിൽ ഇൻവെന്ററി. അതായത് വേസ്റ്റേജുകളെല്ലാം മാക്സിമം റെഡ്യൂസ് ചെയ്തുകൊണ്ട്, ലേബർ വേസ്റ്റേജ് ഇല്ലാതെ, മെറ്റീരിയൽ വേസ്റ്റേജ് ഇല്ലാതെ, എക്യുപ്മെന്റ് വേസ്റ്റേജ് ഇല്ലാതെ, അതുപോലെ തന്നെ ഇൻവെന്ററിയിൽ ഐഡിൽ ടൈമുകൾ ഇല്ലാതെ മാക്സിമം സ്പീഡിൽ മാക്സിമം വേസ്റ്റേജ് എല്ലാം റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ ടു മിനിമൈസ് സെറ്റപ്പ് ടൈം.
സെറ്റപ്പ് ടൈം മിനിമൈസ് ചെയ്യുക. അതുപോലെ തന്നെ ടു എൻഷുവർ സീറോ ബ്രേക്ക് ഡൗൺസ് ആൻഡ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. അത് ബ്രേക്ക് ഡൗണുകളെല്ലാം ഇല്ലാതെയാക്കുക, സീറോ ലെവലിലേക്ക് കൊണ്ടുവരിക, അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ടു റിഡ്യൂസ് പ്രോസസ്സിംഗ് ടൈം, അത് നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈം, പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് റിഡ്യൂസ് ചെയ്യുക. ഇത്രയും ഒബ്ജക്റ്റീവ്സോട് കൂടിയിട്ടാണ് ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം നമ്മുടെ ഓർഗനൈസേഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ജസ്റ്റ് ഇൻ ടൈം. അതിൽ ഫസ്റ്റ് വൺ, റൈറ്റ് ടൈമിൽ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ റൈറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് സ്റ്റോറേജ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും, ഇൻവെൻട്രി കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻവെൻട്രീസിൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും, ഒരിക്കലും നമ്മൾ ഒരുപാട് ഇൻവെൻട്രി സൂക്ഷിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അതുപോലെ തന്നെ സ്റ്റോക്കുകൾ ഒബ്സൊലറ്റ് ആവുന്ന ആ ഒരു ചാൻസ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ആ സ്റ്റോക്കുകളെല്ലാം നമുക്ക് ആവശ്യമില്ലാതെ ഔട്ട്ഡേറ്റ് ആയി പോകുന്ന, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മോഡൽ കഴിഞ്ഞു പോകുന്ന അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. സ്റ്റോക്കുകളൊന്നും വേസ്റ്റ് ആയി പോകുന്ന ഒരു പ്രോബ്ലം നമുക്ക് വരുന്നില്ല. അതുപോലെ തന്നെ റിഡ്യൂസ് ദി പ്രോസസ്സിംഗ് ടൈം, മിനിമം ടൈമിൽ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ജസ്റ്റ് ഇൻ ടൈമിൻ്റെ മറ്റൊരു ബെനിഫിറ്റ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത പിന്നെ പ്രോസസ്സുകളെയും ആവശ്യമില്ലാത്ത മൂവ്മെൻറ്റുകളെയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടു റെഡ്യൂസ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി സച്ച് ആസ് ഇൻസ്പെക്ഷൻ എക്സെട്ര, അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്പെക്ഷൻ പോലെയുള്ള, ക്വാളിറ്റി ചെക്കിംഗ് പോലെയുള്ള പിന്നെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ ആക്ടിവിറ്റീസിൽ വരുന്ന കോസ്റ്റുകളെല്ലാം നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് എയിംസ് അറ്റ് മിനിമൈസിങ് സെറ്റപ്പ് ടൈം നമുക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഹയർ ക്വാളിറ്റിയിൽ നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്രീസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്നോവേറ്റീവ്നെസ്, അതുപോലെ തന്നെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ ജസ്റ്റ് ഇൻ ടൈം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് ജസ്റ്റ് ഇൻ ടൈം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത്, നമുക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് ഈ ഒരു സ്റ്റോക്ക് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ കഴിയുള്ളൂ. സോ സ്റ്റോക്ക് കിട്ടുന്നതിൽ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടൈമിൽ ഡെലിവർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. കാരണം ഇവിടെ നമുക്ക് ഇതിൽ സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് 0 ആണ്. സോ സ്റ്റോക്ക് ഇല്ലാത്ത സമയത്ത് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ കഴിയില്ല. സോ ഡെലിവറി ടൈം നമുക്ക് എന്ത് ചെയ്യും, അവിടെ നഷ്ടപ്പെടും. ആ ടൈമിനുള്ളിൽ നമുക്ക് ഡെലിവർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് വൺ പറയുന്നത്, പർച്ചേസസ് ആർ മെയ്ഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്, ഹെൻസ് ദർ ആർ നോ ബെനിഫിറ്റ് ഓഫ് ബൾക്ക് പർച്ചേസിങ്. അല്ലെ, നമ്മൾ ക്വാണ്ടിറ്റീസിൽ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്. സോ നമുക്ക് ഡിസ്കൗണ്ടിങ് പോലെയുള്ള പിന്നെ ബെനിഫിറ്റുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഇംപ്ലിമെന്റ്. ഇതൊരിക്കലും എന്തല്ല അത്ര പെട്ടെന്ന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നല്ല ഒരു റിലേഷൻഷിപ്പ് സപ്ലയറുമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ ജസ്റ്റ് ഇൻ ടൈം അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം നമുക്ക് ആവശ്യമുള്ള സമയത്ത് സപ്ലയർ എന്ത് ചെയ്യണം, റോ മെറ്റീരിയൽസ് നമുക്ക് എത്തിച്ചു തരണം. സോ അത്തരത്തിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. അത് അത്രത്തോളം ഈസി അല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഹെവിലി ഓൺ സപ്ലയേഴ്സിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് ആവശ്യമുള്ള ക്വാളിറ്റിയിൽ അവർക്ക് എത്തിച്ചു തരാൻ സാധിക്കണം. സോ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അവർ കൃത്യമായിട്ട് എത്തിച്ചു തന്നില്ല എങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനും നമ്മുടെ കസ്റ്റമേഴ്സിനെയും നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് ടെക്നോളജി. ഇതൊരിക്കലും എന്തല്ല, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് ടെക്നോളജിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. അതായത് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരിക്കലും അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് ടെക്നോളജി ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ഒരിക്കലും എന്തല്ല, മിനിമം ലെവലിൽ മിനിമം സ്റ്റോക്കിൽ പ്രൊഡക്ഷൻ അല്ല. ദെൻ ഇറ്റ് ക്യാൻ ഓൺലി ബി ഡെവലപ്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ഇഫ് ദർ ഈസ് ടോട്ടൽ കമ്മിറ്റ്മെന്റ് അറ്റ് ഓൾ ലെവൽസ് ഇൻ ദി ഓർഗനൈസേഷൻ. അതായത് നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക എവിടെയാണ്, നമ്മുടെ ഓർഗനൈസേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഹൈലി കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് ഇത് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കാരണം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വീക്കാണ്, അവിടെ ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ട് നടക്കുന്നില്ല, അവിടുത്തെ ഫംഗ്ഷൻസ് കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർ നമ്മളുമായിട്ട് സപ്പോർട്ടീവ് അല്ല എങ്കിൽ, മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സപ്പോർട്ടീവ് അല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല, അല്ലെ. സോ ആ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം കൃത്യമായിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ജസ്റ്റ് ഇൻ ടൈം നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ഇതാണ് അതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ഇത്രയാണ് പ്രധാനമായിട്ടും ജസ്റ്റ് ഇൻ ടൈമിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, വാല്യൂ ചെയിൻ അനാലിസിസ്. എന്താണ് വാല്യൂ ചെയിൻ അനാലിസിസ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനമായിട്ടും 3 ടേമുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിൽ ഫസ്റ്റ് വൺ ആക്ടിവിറ്റി, ദെൻ വാല്യൂ, ചെയിൻ. എന്താണ് ആക്ടിവിറ്റി, എന്താണ് വാല്യൂ, എന്താണ് ചെയിൻ എന്നുള്ളത് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ പറയാം. അതായത് ഒരു മാനുഫാക്ചറിങ് ഫേം, ആ മാനുഫാക്ചറിങ് ഫേമിന് റോ മെറ്റീരിയൽസിൻ്റെ ആവശ്യം വരുന്നു.
സോ ഈ റോ മെറ്റീരിയൽസ് അവർ പർച്ചേസ് ചെയ്യുകയാണ്, അവർ സപ്ലൈയിൽ നിന്നും റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു. ആ പർച്ചേസിങ്ങിനെയാണ് നമ്മൾ പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുന്നത്. പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്. ഈ പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുന്ന ഈ ആക്ടിവിറ്റി ഒരിക്കലും ഒരു സിംഗിൾ ആക്ടിവിറ്റി ആയിട്ട് നിൽക്കുന്നില്ല. ഒരുപാട് ഫങ്ഷൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നത്, അല്ലേ? അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊക്യൂർ ചെയ്യാൻ ആവശ്യമായിട്ട് എന്താണ് നമ്മൾ പ്രൊക്യൂർമെൻറ്റ് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളത് ആര് പറയണം? ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് പറയേണ്ടതുണ്ട്, അല്ലെ? അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അവർ നൽകേണ്ടതുണ്ട്, മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ക്വാളിറ്റി മാനേജറുടെ അക്സെപ്റ്റൻസ് കിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി ഫിനാൻസ് ഫങ്ഷൻസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ്, പ്രോബ്ലംസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഒരു ഫങ്ഷനിലേക്ക്, ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു ഒട്ടനേകം ആക്ടിവിറ്റീസ് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. സോ ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആക്ടിവിറ്റീസും ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇത്തരത്തിലുള്ള ഇൻ്റർ കണക്ഷനെയാണ് നമ്മൾ ചെയിൻ എന്ന് പറയുന്നത്. സോ ബിസിനസ് നടക്കുന്ന ജോബുകളെ അല്ലെങ്കിൽ വർക്കുകളെ നമ്മൾ ആക്ടിവിറ്റീസ് എന്ന് പറയാം സിംപ്ലി. ദെൻ ഈ ജോബുകൾ തമ്മിലുള്ള കണക്ഷൻ നമുക്ക് ചെയിൻ എന്ന് പറയാം. ഓരോ വർക്കും ചെയ്യുമ്പോൾ ഈ പ്രൊഡക്റ്റിലേക്കും ഈ സർവീസിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? അതായത് നേരത്തെ പറഞ്ഞു, ക്വാളിറ്റി മാനേജർ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണോ, മീൻസ് ആ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് അദ്ദേഹം ചെക്ക് ചെയ്ത് പറയുന്നു, ക്വാളിറ്റി ചെക്കിങ് നടത്തുന്നു. ആ ക്വാളിറ്റി ചെക്കിങ് എന്നുള്ള ആക്ടിവിറ്റി എന്താണ്, ഒരു വാല്യൂ ആഡഡ് ആക്ടിവിറ്റിയാണ്. കാരണം അത് ചെക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ റോ മെറ്റീരിയൽ ക്വാളിഫൈഡ് ആവുകയാണ്, ക്വാളിറ്റി ഉള്ള വാല്യൂ ഉള്ള ഒന്നായി മാറുകയാണ്, അല്ലെ? അതുപോലെ തന്നെ ഫിനാൻസ് ഫങ്ഷൻസ് ചെയ്യുന്നതും വാല്യൂ ആഡിങ് ആണ്, അല്ലെ? പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. സിംപ്ലി നമുക്ക് വാല്യൂയെ ബിസിനസ് ടേമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയാം. എന്നാൽ കസ്റ്റമറിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ പ്രൊഡക്റ്റ് എന്നുള്ള, അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഈ രീതിയിലാണ് വാല്യൂ ചെയിൻ അനാലിസിസിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വാല്യൂ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് എ സീക്വൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ബൈ വിച്ച് വാല്യൂ ഈസ് ആഡഡ് ടു ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ഈസ് കോൾഡ് വാല്യൂ ചെയിൻ. അതായത് ഒരുപാട് ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്. ഈ ബിസിനസ് ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ സർവീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വാല്യൂ ആഡ് ചെയ്യുന്നു. സോ വാല്യൂ ആഡ് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ ഒരു സീക്വൻസിനെയാണ് നമ്മൾ വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഓർഗനൈസേഷൻ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ വാല്യൂ ചെയിനെ അനലൈസ് ചെയ്യുന്ന, ഈ ബിസിനസ് ആക്ടിവിറ്റീസിനെ അനലൈസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ആക്ടിവിറ്റീസ്, വാല്യൂ ചെയിനിൽ വരുന്ന ആക്ടിവിറ്റീസ്, പോട്ടേഴ്സ് വാല്യൂ ചെയിൻ ആണ് നിങ്ങൾ കാണുന്നത്. ഈ പോട്ടേഴ്സ് വാല്യൂ ചെയിനിൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്, പ്രൈമറി ആക്ടിവിറ്റീസും സപ്പോർട്ട് ആക്ടിവിറ്റീസും. നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിൽ കാണാവുന്നതാണ്. അതിൽ പ്രൈമറി ആക്ടിവിറ്റീസിൽ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, സർവീസസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം പ്രൈമറി ആക്ടിവിറ്റീസ് ആണ്. ദെൻ സപ്പോർട്ട് ആക്ടിവിറ്റീസ് ഫേം ഇൻഫ്രാസ്ട്രക്ചർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ടെക്നോളജി ഡെവലപ്മെൻറ്റ്, പ്രൊക്യൂർമെൻറ്റ് തുടങ്ങിയിട്ടുള്ള. ദെൻ ഈ ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാർജിൻ കിട്ടുന്നുണ്ട്. അതായത് മാർജിൻ എന്ന് പറഞ്ഞാൽ വാല്യൂ ആണ്, അല്ലെ? നമുക്ക് പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. സോ എനിവേ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാർജിൻ കിട്ടുന്നുണ്ട്. സോ ആ മാർജിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. സോ ഇതാണ്, ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഒരു വാല്യൂ ചെയിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പ്രൈമറി ആക്ടിവിറ്റീസ് ആണ്. പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ബയ്യറിലേക്ക് അല്ലെങ്കിൽ പിന്നെ കസ്റ്റമറിലേക്ക് ആ പ്രൊഡക്റ്റ് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ആ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും 5 ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, സർവീസസ്. അല്ലാതെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. ഇൻബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷനകത്ത് നടക്കുന്ന ലോജിസ്റ്റിക്, അതായത് ട്രാൻസ്ഫോർമേഷൻ ആക്ടിവിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ ആക്ടിവിറ്റീസിനാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് സപ്ലൈയിൽ നിന്നും റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, നമ്മുടെ റോ മെറ്റീരിയൽ എത്തുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു, കൃത്യമായിട്ട് സ്റ്റോർ
ചെയ്യുന്നു, അതുപോലെ തന്നെ ആ മെറ്റീരിയൽസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് സർവീസ് സെക്ടറിലാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പിന്നെ സർവീസ് റെൻഡർ ചെയ്യലാണ്. സോ ആ പ്രൊഡക്റ്റിനെ റോ മെറ്റീരിയൽസിനെ പ്രൊഡക്റ്റാക്കി മാറ്റുന്ന പ്രോസസ്സുകളാണ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇതിന് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ പ്രൊഡക്ഷൻ സെക്ടറിൽ നിന്നും ആ പ്രൊഡക്ഷൻ സെന്ററിൽ നിന്നും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കസ്റ്റമേഴ്സിന് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ കമ്പനിയുടെ ഓഡിയൻസിലേക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എത്തിച്ചു കൊടുക്കുക. അതിനുവേണ്ടി നമ്മൾ സെയിൽസ് പ്രൊമോഷൻ, അതായത് അഡ്വർടൈസിങ് പോലെയുള്ള, അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്നുള്ളതിൽ പറയാവുന്നതാണ്. ദെൻ ലാസ്റ്റ് വൺ സർവീസാണ്. സർവീസ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സെയിൽ സർവീസും അതുപോലെ തന്നെ പ്രീ ഇൻസ്റ്റാളേഷനും. അതായത് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന സമയത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പുള്ള സർവീസും ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള സർവീസും അതിന് ശേഷമുള്ള സർവീസും ഒക്കെ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിൽ നമുക്ക് പറയാവുന്നതാണ്. ഇത്രയാണ് പ്രൈമറി ആക്ടിവിറ്റീസിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് സപ്പോർട്ട്സ് ആക്ടിവിറ്റീസ് ആണ്. സപ്പോർട്ട്സ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റു സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് നമ്മുടെ പ്രൈമറി ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ സപ്പോർട്ട് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക. ദെൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എംപ്ലോയീസിനെ ഡീൽ ചെയ്യലാണ്, നിങ്ങൾക്കറിയാം അല്ലേ. ദെൻ ടെക്നോളജി ഡെവലപ്മെന്റ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള മെഷീൻസ് ഒക്കെ എത്തുന്നതോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ കഴിയും, കാര്യക്ഷമമാക്കാൻ കഴിയും. സോ ആ രീതിയിലുള്ള ടെക്നോളജി ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളത് എന്താണ്, ഒരു സപ്പോർട്ട് ആക്ടിവിറ്റിയാണ്. നമ്മുടെ പ്രൊഡക്ഷൻ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ആക്ടിവിറ്റിയാണ്. ദെൻ ഫേം ഇൻഫ്രാസ്ട്രക്ചർ, ഫേമിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നുണ്ട് എന്നുള്ള നമ്മൾ പ്രൊഡക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫേം ഇൻഫ്രാസ്ട്രക്ചർ. സോ ആ രീതിയിലുള്ള ഫേം ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യലും ഏതാണ്, ഒരു സപ്പോർട്ട് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. സോ ഇത്രയാണ് സപ്പോർട്ട് ആക്ടിവിറ്റീസിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ്, സ്റ്റെപ്സ് ഇൻ വാല്യൂ ചെയിൻ അനാലിസിസ്. പ്രധാനമായിട്ടും 3 ആക്ടിവിറ്റീസിലൂടെയാണ് അല്ലെങ്കിൽ 3 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ഈ ഒരു വാല്യൂ ചെയിൻ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ആക്ടിവിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യു ഐഡൻറ്റിഫൈ ദി ആക്ടിവിറ്റീസ് യു അണ്ടർടേക്ക് ടു ഡെലിവർ യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ആക്ടിവിറ്റീസ് വേണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ആക്ടിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, വാല്യൂ അനാലിസിസ്. രണ്ടാമതായിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ട, നമ്മുടെ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ട വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യലാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അനാലിസിസ് നടത്തലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, ഇവാലുവേഷൻ ആൻഡ് പ്ലാനിങ്. ആദ്യം നമ്മൾ ആക്ടിവിറ്റി അനലൈസ് ചെയ്യുന്നു, ആക്ടിവിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ ആ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എന്ത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ ഈ ചേഞ്ചസ്, ഈ ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് വെർത്താണോ, അതായത് ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റീസിന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ആൻഡ് ദെൻ പ്ലാൻ ഫോർ ആക്ഷൻ, നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടി, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ രീതിയിലാണ്, ഈ 3 സ്റ്റെപ്പുകളിലൂടെയാണ് വാല്യൂ ചെയിൻ അനാലിസിസ് നമ്മൾ നടത്തുന്നത്. ദ നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് വാല്യൂ ചെയിൻ അനാലിസിസ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ ദി ആക്ടിവിറ്റീസ് ദാറ്റ് ആഡ് വാല്യൂ ടു ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വാല്യൂ ആഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇവാലുവേറ്റ് ദ റിസൾട്ട്സ് ഓഫ് ഇന്റേണൽ പ്രോസസ് ഇൻ ദി വാല്യൂ ചെയിൻ. നമ്മുടെ ഇന്റേണൽ പ്രോസസ്സുകളുടെ റിസൾട്ട്സിനെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതായത് ഓരോ പ്രോസസ്സുകളിലും എന്തൊക്കെ വാല്യൂസാണ് നമുക്ക് കിട്ടുന്നത്, ഓരോ ആക്ടിവിറ്റീസിൽ നിന്നും എന്താണ് കിട്ടുന്നത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ പ്രോസസ്സുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മാനേജ്മെൻറ്റിന് കഴിയുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ക്രിയേറ്റ് ഹയസ്റ്റ് പോസിബിൾ വാല്യൂ ഫോർ കസ്റ്റമേഴ്സിന് മാക്സിമം പോസിബിൾ വാല്യൂ നൽകാൻ ഇതിലൂടെ സാധിക്കുന്നു. അതിലൂടെ നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എൻഷുർ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ് റിഗാർഡിംഗ് ഔട്ട്സോഴ്സിംഗ്, മേക്ക് ഓർ ബൈ എക്സെട്ര. അതായത് പിന്നെ ഔട്ട്സോഴ്സിംഗ് പോലെയുള്ള അല്ലെങ്കിൽ മേക്ക് ഓർ ബൈ ഡിസിഷൻ പോലെയുള്ള അങ്ങനെയുള്ള പിന്നെ ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസിലൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഈ ഒരു വാല്യൂ ചെയിൻ അനാലിസിസിൽ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് വാല്യൂ ചെയിൻ അനാലിസിസ്. വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറയുന്നത്
ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനിൽ ഇത് നമുക്ക് അപ്ലിക്കബിൾ ആണ്. പക്ഷേ നമുക്ക് ഒരിക്കലും സർവീസ് ഓർഗനൈസേഷനിൽ അത്രത്തോളം അപ്ലിക്കബിൾ അല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് വാല്യൂ നൽകണം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്, വാല്യൂ കസ്റ്റമേഴ്സിലേക്ക് എത്തണം എന്നുള്ളത്. പക്ഷേ അത് പ്രാക്ടിക്കൽ ടേമിൽ അത് എത്തുന്നില്ല അല്ലെങ്കിൽ എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാല്യൂ ചെയിൻ ആക്ടിവിറ്റിയിൽ വരുന്ന കോസ്റ്റുകളെയും അതുപോലെ തന്നെ റവന്യൂസിനെയും അസറ്റുകളെയും ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ, ലൊക്കേറ്റ് ചെയ്യാൻ സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചസോ സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നിക്കുകളൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജേഴ്സും എംപ്ലോയീസും ഒക്കെ ഇത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ അല്ല എന്നുള്ളതാണ് അതിൻ്റെ റീസണായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നത് വാല്യൂ ചെയിൻ അനാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, അതായത് കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള, അസറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇത്രത്തോളം ഇൻഫർമേഷൻസ് ലോങ് ടേമിലേക്ക് നമുക്ക് അവൈലബിൾ ആയിക്കൊള്ളണം എന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ദെൻ ആക്ടിവിറ്റീസ് തമ്മിലുള്ള ലിങ്കേജസും അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റിയിൽ നിന്നും വരുന്ന വാല്യൂവും ആ ആക്ടിവിറ്റിക്ക് വരുന്ന കോസ്റ്റും ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ കസ്റ്റമർ പ്രോഫിറ്റ് മാർജിൻസും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള വർക്കാണ് എന്നുള്ളതും കൂടെ ഇതിൻ്റെ ലിമിറ്റായിട്ട് പറയുന്നുണ്ട്. സോ ഇത്രയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ലിങ്കേജസ് ഇൻ ദി വാല്യൂ ചെയിൻ. നമ്മൾ നേരത്തെ കണ്ട പോർട്ടേഴ്സിൻ്റെ ആ ഒരു വാല്യൂ ചെയിനിൽ, ആ വാല്യൂ ചെയിൻ എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുന്ന ആക്ടിവിറ്റീസാണ്, അല്ലെ ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കിടക്കുന്ന ആക്ടിവിറ്റീസാണ്. സോ ഇത്തരത്തിൽ ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കിടക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ റിലേഷൻഷിപ്പിനെയാണ് നമ്മളിവിടെ ലിങ്കേജസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ലിങ്കേജസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു വാല്യൂ ചെയിൻ ഉണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കുകയുള്ളൂ. സോ ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കിടക്കുന്ന ആക്ടിവിറ്റി, വാല്യൂ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ കോസ്റ്റ് പെർഫോമൻസും മറ്റുള്ള ആക്ടിവിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മളിവിടെ ലിങ്കേജസ് എന്ന് പറയുന്നത്. ഹൈലി ഇന്റർഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് തമ്മിലാണ് റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴാണ് അവിടെ ലിങ്കേജസ് ഉണ്ടാവുന്നത്. സോ അവിടെ നമുക്ക് നല്ലൊരു കോർഡിനേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് ഇന്റർഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പരസ്പരം കോർഡിനേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂ ചെയിൻ കംപ്ലീറ്റ് ആവുന്നത് എന്നുള്ളത് പറയാവുന്നതാണ്. ഞാൻ പ്രധാനമായിട്ടും 2 ലിങ്കേജസ് ആണുള്ളത്, ഇന്റേണൽ ലിങ്കേജസ് ആൻഡ് എക്സ്റ്റേണൽ ലിങ്കേജസ്. ഇന്റേണൽ ലിങ്കേജസ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ചെയിനിൽ വാല്യൂ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫേമിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസിനെയാണ് ഇന്റേണൽ, അല്ലെങ്കിൽ ആ ആക്ടിവിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഇന്റേണൽ ലിങ്കേജസ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്കും മാർക്കറ്റിംഗും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഒന്നുകൂടെ സിമ്പിളായിട്ട് പറയാം. നമ്മൾ നേരത്തെ കണ്ട പോർട്ടേഴ്സിൻ്റെ ആ ഒരു വാല്യൂവിൽ നമ്മൾ വാല്യൂ ചെയിനിൽ കണ്ടിട്ടുള്ള ഇന്റേണൽ ലിങ്കേജസ് എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ പ്രോസസ്സിൽ വാല്യൂ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്റേണൽ ആയിട്ട് നടക്കുന്ന ആക്ടിവിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇന്റേണൽ ലിങ്കേജസ് എന്ന് പറയുന്നത്. സപ്പോസ് ലോജിസ്റ്റിക്കും മാർക്കറ്റിംഗും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ പ്രൈമറി ആക്ടിവിറ്റീസും സപ്പോർട്ട് ആക്ടിവിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ലൈക്ക് ലോജിസ്റ്റിക്കും പ്രൊക്യൂർമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഫിനാൻസും പ്രൊക്യൂർമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇത്തരത്തിൽ ഉള്ള ആക്ടിവിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഇന്റേണൽ ലിങ്കേജസ് എന്ന് പറയുന്നത്. ദെൻ എക്സ്റ്റേണൽ ലിങ്കേജസ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ചെയിൻ ആക്ടിവിറ്റിയിൽ വാല്യൂ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വാല്യൂ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ആയിട്ട്, ഒരു ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഔട്ട്സൈഡേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ലിങ്കേജസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്ലയേഴ്സ്, അല്ലെങ്കിൽ ചാനൽ പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്, അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അവരും നമ്മളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ലിങ്കേജസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ലിങ്കേജസ് പ്രധാനമായിട്ടും 2 ടൈപ്പാണുള്ളത്, സപ്ലയർ ലിങ്കേജസ് ആൻഡ് കസ്റ്റമർ ലിങ്കേജസ്. സപ്ലയർ ലിങ്കേജ് എന്ന് പറഞ്ഞാൽ സപ്ലയറുമായിട്ട് കമ്പനിക്കുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, കസ്റ്റമർ ലിങ്കേജ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറുമായിട്ട് കമ്പനിക്കുള്ള ആ ഒരു റിലേഷൻഷിപ്പ്. ഇതാണ് എക്സ്റ്റേണൽ ലിങ്കേജസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, റോൾ ഓഫ് വാല്യൂ ചെയിൻ അനാലിസിസ് ഇൻ ഡിസിഷൻ അനാലിസിസ്. ഡിസിഷൻ അനാലിസിസിൽ വാല്യൂ ചെയിൻ അനാലിസിസിൻ്റെ റോള് എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, പർച്ചേസ് ഡിസിഷൻ. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്, സപ്ലയറിൽ നിന്നാണ്. സോ സപ്ലയറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുള്ള വാല്യൂ ചെയിൻ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ വാല്യൂ ചെയിൻ അനാലിസിസ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏത് സപ്ലയറിൽ നിന്നാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലാണ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഏതെല്ലാം മെഷീൻസാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്,
അതുപോലെ പാക്കേജിങ്ങിന് വേണ്ടിയിട്ട്, അസംബ്ലി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ്, ഏത് മെഷീനാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വാല്യൂ ചെയിൻ അനാലിസിസ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈസിങ് ആൻഡ് ക്വാളിറ്റി ഡിസിഷൻസ്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് ഏത് പ്രൈസിൽ ഫിക്സ് ചെയ്യുമ്പോഴാണ് കസ്റ്റമേഴ്സിന് കൂടുതൽ വാല്യൂ കിട്ടുന്നത്, അതുപോലെ തന്നെ ഏത് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ മാർക്കറ്റിലേക്ക് അത് ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി വാല്യൂ ചെയിൻ അനാലിസിസ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻ, അതായത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബെസ്റ്റ് ചാനൽ ഏതാണ്, അതുപോലെ തന്നെ സ്പീഡി ആയിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മൂവ്മെന്റ് നടത്താൻ പറ്റുന്ന ചാനൽ ഏതാണ്, ഇങ്ങനെ തുടങ്ങിയുള്ള ചാനൽ ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഡിസിഷൻസ്, മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ലൈക്ക് അഡ്വർടൈസിങ്, അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ, അതുപോലെ സെയിൽസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വാല്യൂ ചെയിൻ അനാലിസിസ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൊക്കേഷൻ ഡിസിഷൻ, നമ്മുടെ ബിസിനസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ലൊക്കേഷൻ എവിടെയാണ്, വെയർ ഹൗസ് എവിടെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത്, റിപ്പയർ സെന്ററുകൾ എവിടെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാല്യൂ ചെയിൻ അനാലിസിസ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഔട്ട്സോഴ്സിംഗ് ഡിസിഷൻസ്. ഒരു ഓർഗനൈസേഷൻ ഒരിക്കലും എല്ലാ ആക്ടിവിറ്റീസിലും സ്പെഷ്യലൈസ് ചെയ്തോളണമെന്നില്ല. അതായത് വാല്യൂ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലും സ്പെഷ്യലൈസ് ചെയ്തോളണമെന്നില്ല. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഒന്നോ രണ്ടോ ആക്ടിവിറ്റി ആയിരിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുക, സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടാവും. സോ ബാക്കി ആക്ടിവിറ്റീസ് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ നമ്മൾ എവിടുന്നാണ് ഔട്ട്സോഴ്സ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഔട്ട്സോഴ്സ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഔട്ട്സോഴ്സിംഗ് ഡിസിഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ ചെയിൻ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ ചെയിൻ അനാലിസിസ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ട്രെയിനിങ് കൊടുക്കേണ്ടത് എപ്പോഴാണ്, റിക്രൂട്ട്മെന്റ് നടത്തേണ്ടത് എങ്ങനെയാണ്, അതുപോലെ തന്നെ റിവാർഡിങ് രീതി എങ്ങനെയാണ്, അതുപോലെ പിന്നെ എംപ്ലോയീസിന് ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വാല്യൂ ചെയിൻ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു വാല്യൂ ചെയിൻ അനാലിസിസ് എന്നുള്ള ഈ ടോപ്പിക്കിൽ പറയുന്നത്.